നാരുട് പണിയാൽ തോണ്ടൽ, നരനാക തറിയിൽ തോണ്ടൽ, നീരുള് കാനൽ തോണ്ടൽ, നിറം തെല്ലം വെളിയിൽ തോണ്ടൽ. ഇതാണ് അധ്യാസം. അതിനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ലോക കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് ഉദാഹരണങ്ങൾ നിൽക്കുന്നത്. നരനാക തറിയിൽ തോണ്ടൽ, ഒരു സ്തംഭം കണ്ടിട്ട് അതിലൊരു പുരുഷൻ ആരോപിച്ചു കാണും. ഒരു പോലീസുകാരൻ അതിൽ കള്ളനെ കാണും, ഒരു കള്ളൻ അതിൽ പോലീസിനെ കാണും. അവന്റെ ഭാവങ്ങളാണ്, മനോഭാവങ്ങളെയാണ് അതിൽ കൽപ്പിച്ച് കാണുന്നത്. അപ്പൊ ഇതുപോലെ നമ്മുടെ കൽപ്പനകളാണ് നമ്മുടെ വാസ്തവത്തിൽ കാണുന്നത്. ആ റിയാലിറ്റി ആയിട്ട് ഇതിന് ഒരു ബന്ധവുമില്ല. ഇത് നമ്മുടെ ഒരു ബേസിക് സ്വഭാവമാണ് എല്ലാവരുടെയും. നമ്മൾ തന്നെ പറയില്ലേ, ആരോപണം മാത്രമാണ്, തെളിയിക്കപ്പെട്ടില്ല, ഇതെല്ലാം ഒരു ആരോപമാണ് എന്ന് നമ്മൾ പറയില്ലേ. ഒരു കള്ളൻ അവനാണ് എടുത്തതെന്നുള്ളത് കേവലം ഒരു ആരോപം മാത്രമാണ്, പക്ഷെ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇതുപോലെ ഈ ലോകവും ഒരു ആരോപണയാണ്, ഇത് തെളിയിക്കപ്പെടാത്ത ഒരു ആരോപണയാണ്. വാസ്തവത്തിൽ ഇത് ബ്രഹ്മം തന്നെ, ഈശ്വരൻ തന്നെ എന്നാണ്. അതെങ്ങനെ സ്വാമി വെക്കുമെന്നൊക്കെ ചോദിച്ച ആളുകൾ ഇങ്ങനെ വിഷമിക്കുന്നുണ്ട്. വാക്തർക്കങ്ങളും അങ്ങോട്ടിങ്ങോട്ടും വഴക്കുകളും ഒക്കെ നടക്കുന്നുണ്ട്. പാരമാർത്ഥിക ദൃഷ്ടിയിൽ ഇത് അറിവേ രൂപമായിട്ടുള്ളതാണ്. ഇതിൽ കേവലം ആരോപണങ്ങളാണ് ഇതെല്ലാം, അധ്യാസമാണ് ഇതെല്ലാം, സങ്കല്പങ്ങളാണ് ഇതെല്ലാം. ഈ സങ്കല്പം സത്യമല്ല. ഈ സങ്കല്പങ്ങൾ ഒഴിഞ്ഞാൽ യാഥാർത്ഥ്യം വെളിവാവും. അത് കണ്ടുപിടിച്ചിട്ടാണ് മനുഷ്യൻ ആളുകളോട് പറഞ്ഞു, നീ നിന്റെ മനസ്സിനെ അളക്കൂ, നിനക്കത് ആ ഏകാഗ്രതയെ കൊണ്ടുവരൂ. മനസ്സെന്ന് പറഞ്ഞ അർത്ഥം എന്തിനാണ്? സങ്കല്പം ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ഒരു എക്യുപ്മെന്റാണ്. സങ്കല്പം ചെയ്തുകൊണ്ടിരിക്കും. ശബ്ദസ്പർശ രൂപരസഗന്ധം, ഈ 5 അറിവുകൊണ്ട് ഈ ലോകത്തെ ഗ്രസിച്ചിട്ട് ഈ 5 അറിവുകളിൽ നിന്ന് സങ്കല്പത്തെ ചെയ്ത് മനസ്സിന്റെ പുറകെ നിൽക്കുകയാണ്. എളുപ്പൊന്നും കറുപ്പൊന്നും ചുവപ്പൊന്നും നീലയെന്നും വലുതെന്നും ചെറുതെന്നും ഇങ്ങനെ പല രൂപത്തിലുള്ള സങ്കല്പങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സ് ഇതിന്റെ പുറകെ നിൽക്കുകയാണ്. ഈ സങ്കല്പത്തെയാണ് നമ്മൾ വാസ്തവത്തിൽ അറിയുന്നത്, വാസ്തവത്തെ അല്ല. പരമാർത്ഥത്തെ ആരറിയും? ജ്ഞാനികൾ മാത്രം അറിയും. ജ്ഞാനികൾ എന്ന് വെച്ചാൽ വേറെ ആരുമല്ല, ഈ അധ്യാസം നീങ്ങിയവർ. അധ്യാസം എന്ന് വെച്ചാൽ ഇതിൽ സൂപ്പർ ഇമ്പോസ് മാറിയത്. ഒന്നിനെ വേറായി തോന്നുന്ന ഒരു പ്രകൃതത്തിൽ നിന്ന് അവർ കരകയറും. എന്നിട്ട് ഒന്നിനെ യഥാർത്ഥത്തിൽ ആ ഒന്നായിട്ട് തന്നെ കാണും. ആ ഒന്ന് ഏതാണ്? ആത്മസ്വരൂപമാണ്. സർവത്ര ആത്മമയമായിട്ടിരിക്കുന്നു. ഞാനും ആത്മസ്വരൂപം തന്നെ, എല്ലാം സർവത്ര ആത്മമയം എന്ന് കാണുന്ന ആ ഒരു ദൃഷ്ടിയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനം എന്നൊന്നും വേറെ ഒന്നുമില്ല, എല്ലാം ആ ഏകമായിരിക്കുന്ന പരമാത്മാവാണെന്ന് കാണുന്ന ദൃഷ്ടി ജ്ഞാനം. ദൃഷ്ടി ജ്ഞാനമയം കൃത്വ പശ്യേ ബ്രഹ്മമയം ജഗത്. ജ്ഞാനമയമായിട്ട് ദൃഷ്ടി മാറിയാൽ ബ്രഹ്മമയമായിട്ട് ഈ ജഗത്ത് മാറും. വാസ്തവത്തിൽ ജ്ഞാനമയമായിട്ട് മാറാത്തത് കൊണ്ടാണ് ഇത് വേറെ രൂപത്തിൽ നമുക്ക് ഈ അധ്യാസ രൂപത്തിൽ കാണുന്നത്. ഈ പറഞ്ഞത് കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനമെന്ന് ചേച്ചിക്ക് വേണേൽ ചോദിക്കാം, അതിനുള്ള മറുപടി പറയാം. ഈ അധ്യാസം ഇപ്പം നമുക്ക് യാഥാർത്ഥ്യമായിട്ട് ഇരിക്കുകയാണ്. ഈ അധ്യാസം എന്ന് വെച്ചാൽ ഈ ഇല്ലായ്മ, ഈ ഇല്ലാത്തത് ഉള്ളതുപോലെ ഇരിക്കുകയാണ്. അതിലിരുന്നാണ് സകല വിഷമങ്ങളും ഉണ്ടായിരിക്കുന്നത്. അനർത്ഥങ്ങളെല്ലാം വന്നിരിക്കുന്നത് ഏതിൽ നിന്നാണ്? അതിനെ ഉള്ളതുപോലെ അറിയാതെ അജ്ഞാനമായിട്ട് ഇരുന്നത് കൊണ്ടാണ്. ജ്ഞാനമില്ല ഇവിടെ. ജ്ഞാനമെന്ന് വെച്ചാൽ അതിൻ്റെ യാഥാർത്ഥ്യത്തെ ഉണരുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഉള്ളതുപോലെ കാണുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ കാണാതെ അതിലെന്തോ ഒന്നിനെയും സൂപ്പർ ഇമ്പോസ് ചെയ്ത് കാണുന്നത്, അല്ലെങ്കിൽ അതിൽ ആരോപിച്ച് കാണുന്നത്, അതിലെ അധ്യാസ രൂപത്തിൽ കാണുന്നത്. നമ്മൾ ഈ ലോകത്തിൽ, ഈ ലോകം ഉള്ളതുപോലെയും പ്രകാശിക്കുന്ന പോലെയും സുഖപ്രദമെന്ന് നമുക്ക് തോന്നുന്നില്ലേ? പക്ഷേ അത് വേദം പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ അധ്യാസം കൊണ്ടാണ്. അധ്യാസത്തിന്റെ വേറൊരു സ്വഭാവം ധർമ്മങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും.
ധർമ്മി ധർമ്മവും ധർമ്മം ധർമ്മിയാവും. യഥാർത്ഥത്തിലുള്ള ഞാനാണ്. പക്ഷെ ഞാനുള്ളതെന്ന് എനിക്കറിയാം തോന്നാതെ ലോകമുണ്ടെന്ന് തോന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ തൻ്റെ ഉണ്മയെ ലോകത്തിന് കൊടുത്തിരിക്കും. ലോകത്തിൻ്റെ ഇല്ലായ്മയെ താനും വഹിക്കുക. അന്യോന്യ അധ്യാസം എന്നാണ് ഇതിന് പേര്. മനസ്സിലായത്? ഇതിവിടെ പറയാൻ കാരണം എന്താണ്? സ്വാമി ഇതിൽ എഴുതിയിരിക്കുന്നത് ഈ അധ്യാസം നീങ്ങുന്നത് തന്നെയാണ് അധിഷ്ഠാനം പ്രകാശിച്ചു എന്ന് പറയാം. അധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ റിയൽ. ആ റിയലിൽ ഒരു അൺറിയൽ ആയിട്ടുള്ള ഒരു ആരോപണം അതിൽ ഏർപ്പെട്ടിരിക്കുക. നമുക്കും ഇത് ബ്രഹ്മമാണെന്ന് അറിഞ്ഞാൽ ഈ വ്യവഹാരമെല്ലാം ഇല്ലാതായി. ഇപ്പോൾ ഇത് അബ്രഹ്മമായിട്ട് വേറെ എന്തോ ഒന്നായിട്ട് നമുക്ക് തോന്നുന്നത് കൊണ്ടാണ് നമുക്ക് ഭയവും ആഗ്രഹവും സകലതും ഉണ്ടായിരിക്കുന്നതെന്നാണ് വേദത്തിൻ്റെ അസന്നിഗ്ധമായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, എൻ്റെതല്ല. ഈ അഭിപ്രായത്തെ ആർക്കാണോ യുക്തിസഹമായിട്ട് ചിന്തിച്ച് ഇത് വാസ്തവമെന്ന് കാണാൻ കഴിയുന്ന അവർക്ക് ഈ അജ്ഞാനം നീങ്ങാൻ തുടങ്ങും. അജ്ഞാനം എന്ന് വെച്ചാൽ എന്തിനാണ് വിഷയം? അതെ 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 കറക്റ്റ്. ഉള്ളതായിരിക്കുന്ന ആത്മസ്വരൂപത്തെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അറിയാത്തതാണ്. ഇപ്പം നമ്മൾ അറിയുന്നുണ്ട്, അതിൽ കുറേ ഉപാധിയുടെ കൂടെ കലർത്തി അറിഞ്ഞുകൊണ്ടിരിക്കുക. ആ ഉപാധിയിൽ ഒന്നാണ് ഈ ശരീരം, ഈ മനസ്സ്, ഈ ബുദ്ധി, ഈ ചിത്തം, ഈ അഹങ്കാരം. ഇതെല്ലാം അതിൽ ഉപാധികളെന്ന് പറയും. ഈ ഉപാധി സഹിതമായിട്ട് ആത്മാവിനെ അറിയുന്ന രൂപത്തിൽ എല്ലാവരും അജ്ഞാനത്തിലിരിക്കുകയാണ്. അവർ പറയുന്നു ഈ ഉപാധിയെ നീക്കി ശുദ്ധമായി അതിനെ അറിയുന്നതിനാൽ ഈ ഉപാധികൾ ഇതിൽ അധ്യാസമാണ്. അത് മനസ്സിലായത്? ഈ അധ്യാസ രൂപത്തിൽ ഇരിക്കുന്നത് നീക്കി ഏതിലാണ് ഇത് അധ്യാസം ചെയ്തിരിക്കുന്നത് അതായിട്ട് കാണുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. നമ്മളെല്ലാം പൂർവ്വജന്മാർജിതമായി പഴകിയ വാസന കൊണ്ട് നമ്മളൊരു വസ്തുവിനെ ഇങ്ങനെയാണ് അറിഞ്ഞ് ശീലിച്ചിരിക്കുന്നത്. ഇപ്പോൾ വന്നതല്ല, ആരും ഇപ്പോഴുള്ളവരല്ല. ഇത് മുജ്ജന്മം പഴകിയ വാസനയുടെ പ്രതിഫലനങ്ങളാണ് ഈ കാണുന്നത്. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് ഉള്ളതുപോലെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ ഫെയിലിയർ എന്താണ് വിഷയം? നമ്മൾ ഓരോന്ന് ആരോപിച്ച് കാണുന്നതാണ്. റിയലായിട്ട് കാണുന്നതിൽ ഒരു വ്യവഹാരത്തിന് കാരണമല്ല. പിന്നെ ഞാൻ ഒരു വിവേക ഉദാഹരണം പറയാം. ഒരാൾ നമുക്കൊരു പ്രശ്നമാണെന്ന് ഇരിക്കട്ടെ, ഒരാൾ. പക്ഷെ ആ പ്രശ്നം ഏർപ്പെട്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്തിനായിരിക്കും? തൻ്റെ ഉള്ളിലിരിക്കുന്ന ചില ആരോപണങ്ങളാണ്. പക്ഷെ അതിന് നീക്കണമെങ്കിൽ എന്ത് വേണം? വിവേകം മതി. ശാസ്ത്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് പറയണം, വേദം പറഞ്ഞിരിക്കും, ശ്രുതി പറഞ്ഞിരിക്കുകയാണ്, ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസാണ്. ഓരോരുത്തരും അവരുടെ പ്രാരബ്ധ കർമ്മം അനുഭവിക്കാനായിട്ട് വന്നിരിക്കുക. ഇവിടെ വന്നപ്പോൾ ഉണ്ടായ ചില ബന്ധങ്ങളും ചില കാര്യങ്ങളുമായിട്ടാണ് ഈ ലോക വസ്തുക്കളെല്ലാം ഇരിക്കുന്നത്. വാസ്തവത്തിൽ ഇതെല്ലാം ഈശ്വരൻ്റെതാണ്. നമുക്ക് നമ്മുടേതായി അവകാശപ്പെടാനായിട്ട് ഒന്നും തന്നെ ഈ ലോകത്തില്ല. ഇതെല്ലാം ആ ഈശ്വരൻ്റെ സ്വത്തായിട്ടിരിക്കുക. ഇതിൽ ഒരു സ്വല്പം നമുക്ക് അനുഭവിക്കാനുള്ള ഒരു പുണ്യം, ഒരു ഭഗവാൻ ഒരു അനുഗ്രഹം തന്നു വിട്ടിരിക്കുക. ഓരോരുത്തരും അങ്ങനെ. ഇത് എപ്പോൾ വേണമെങ്കിലും വിട്ടിട്ട് പോകാം. ഇത് ശാശ്വതമല്ല. ഇങ്ങനെയെല്ലാം ഇതിൽ വിവേകത്തോടുകൂടി ഉണർന്ന് നിൽക്കുന്ന ഒരാളിന് ഇതൊന്നും വിട്ടിട്ട് പോകാനോ വന്നാലോ പോയാലോ ഒന്നും അവർക്കൊരു വ്യവഹാരത്തിന് കാരണമാവില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉഷ വ്യവഹരിക്കുന്നത് ഉഷയുടെ പൂർവ്വജന്മ പ്രാരബ്ധ വിശേഷമായിട്ടാണ്. ചേച്ചി വ്യവഹരിക്കുന്നത് അങ്ങനെയാണ്. ഇതിൽ വരുന്ന സുഖദുഃഖങ്ങൾക്ക് ഹേതു നമ്മുടെ പൂർവ്വജന്മം ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങളാണ്. അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാവില്ല. ദുഃഖം മാത്രമല്ല, സുഖവും ഉണ്ടാവുന്നതും അത് തന്നെയാണ്. ഈ സുഖദുഃഖങ്ങൾ ഏർപ്പെടുന്നതെല്ലാം നമ്മുടെ മനോവിചാരങ്ങളുടെ ചില വൈചിത്ര്യങ്ങളാണ്. വാസ്തവത്തിൽ ഒരു മഹാത്മാവിനെ സംബന്ധിച്ച് ഒന്നിലും ഒരു സുഖവുമില്ല, ഒരു ദുഃഖവുമില്ല. ഈ രണ്ടും സുഖദുഃഖങ്ങളും അറ്റിരിക്കുന്ന നിലയിൽ ജ്ഞാനികൾ വർത്തിക്കുകയാണ് ഇതിനിടയ്ക്ക്. അതിന് നിദാനം എന്താണ്? അതിൻ്റെ നിദാനം ശ്രുതിസമ്മതമായ അറിവും യുക്തികളുമാണ്. അപ്പം നല്ലൊരു വിവേകിയായ ഒരു പുരുഷൻ ഈ സുഖദുഃഖങ്ങളെ മാറി നിന്ന് എപ്പോഴും മനസ്സിനെ ഏകാഗ്രതയോടുകൂടി നിലനിർത്താൻ സാധിക്കും. അങ്ങനെ എത്രത്തോളം ഏകാഗ്രതയോടുകൂടി മനസ്സിനെ നിലനിർത്തുമോ അത്രയും ധ്യാനം ഫലിക്കും അയാൾക്ക്. ധ്യാനം എന്ന് പറയുന്നത് എന്താണ്?
നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഉണർവാണ്. ഉറക്കം ഒരു ധ്യാനത്തിൻ്റെ വേറെ ലെവലാണ്. ഇത് അനുഭൂതിയോടുകൂടി ഇങ്ങനെ ഇത് ഉണർന്നിരിക്കും. പരമാനന്ദ ആസക്തന്മാരായിട്ട് അവരിയ്ക്കും. ഭക്തകളെ പറ്റി പറയണില്ലേ, പരമാനന്ദ ലഹരി സക്തന്മാരാണ്. അതിനൊരു കാരണം എന്താണ്? ഈ മനസ്സ് ഇതിൽ ആരോപത്തെ വെടിഞ്ഞ് മനസ്സ് സ്വസ്ഥമായി നിലകൊണ്ടാൽ, ഏകാഗ്രമായിട്ട് നിലകൊണ്ടാൽ അവർ പറയുന്നു പരമാനന്ദം പൊട്ടിപ്പുറക്കും. ഇതിനെയാണ് നമ്മൾ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും മനസ്സിനെ ശോഭിപ്പിക്കാനും നിസ്സാര കാര്യങ്ങൾ കൂടി മനസ്സിനെ രാഗദ്വേഷ മതമത്സരങ്ങളിൽ കയറ്റി അതിനെന്തോ തരത്തിലൊക്കെ ആക്കി എന്താണ് ഉദ്ദേശമെന്ന് ആർക്കും അറിഞ്ഞൂടാ. അശാന്തിയിൽ നിന്ന് അശാന്തിയിലേക്ക് പോകുന്ന വിധത്തിലായിത്തീനെയല്ല മനുഷ്യരല്ല ഇല്ലേ? ഒരു സാഹചര്യങ്ങൾ അങ്ങനെ തന്നെ നമ്മളെ കൊണ്ട് എത്തിക്കും. അത് എത്തിക്കുന്നതിൻ്റെ ഒരു വലിയ പങ്ക് നമ്മുടേതാണ് അല്ലേ? നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ വെച്ച് തന്നെ നോക്കിയാൽ മതി, മനസ്സിലാവും. ഇതെല്ലാം നമ്മളിൽ നിന്നാണ് എല്ലാം പുറപ്പെടുന്നത്. വേറൊരാൾക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല ഈ ലോകത്ത്. പക്ഷെ നമ്മളും കൂടെ അതിൽ ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ എല്ലാം ആവും. നമ്മൾ ആക്ടിവേറ്റ് ആവണം എന്തുകൊണ്ടാണ്? ഇത് സത്യമെന്ന് വിചാരിച്ചുകൊണ്ടല്ലേ. ഈശ്വരൻ്റെ ഒരു മായാജാലമാണ് ഇതെന്ന് ജ്ഞാനികൾ അറിഞ്ഞിട്ട് ഇതിലൊന്നും ഒരു പ്രത്യേക അർത്ഥം കൊടുക്കാതെ അവരിതെല്ലാം നോക്കിക്കണ്ട് അങ്ങനെ ഇരിക്കും. അവരെ സംബന്ധിച്ച് ഇതൊന്നും അവരെ ബാധിക്കുന്നു. ജ്ഞാനികളെന്ന് വെച്ചാൽ വേറെ ആരുമല്ലേ ചെയ്യും. ഇതിൻ്റെ യാഥാർത്ഥ്യത്തെ ഈ ആരോപണം നഷ്ടപ്പെട്ടവർ, ഈ അധ്യാസം ഒഴിഞ്ഞവർ. അധ്യാസം എന്ന് പറയുന്നതാണ് ഒന്നിനെ വേറൊന്നായിട്ട് കാണുന്ന രൂപത്തിൽ അധ്യാസത്തെ പറഞ്ഞു. വേദം പറഞ്ഞിരിക്കുകയാണ്. നമ്മളെല്ലാം ആ പരമാർത്ഥത്തെ മറ്റൊന്നായിട്ട് തെറ്റിദ്ധരിച്ച് നിൽക്കുക. പരമാർത്ഥത്തെ അറിയാൻ ആ തെറ്റിദ്ധാരണ നീങ്ങിയാൽ മതി. ആ തെറ്റിദ്ധാരണ എന്തുകൊണ്ടുണ്ടായി? നമ്മുടെ പൂർവ്വജന്മ സംസ്കാരമാണ് അതിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ സംസ്കാരത്തെ മാറ്റാനാണ് അവർ വേറൊരു രൂപത്തിൽ പഴകാനുള്ള ഒരു വിധം പറഞ്ഞു. ഇപ്പോൾ കുമാരസ്വാമിയിൽ ഞായറാഴ്ച വരിക, കൃത്യമായി വരിക, ഞായറാഴ്ചകൾ എല്ലാവരും കൂടി പിന്നെ ആരെങ്കിലും ഒരാൾ അന്നദാനം ചെയ്യുക, എല്ലാവരും കൂടെ ഇരുന്ന് പൂജ തൊഴുക, ഇതുപോലെയുള്ള എന്തെങ്കിലും സത്സംഗങ്ങളൊക്കെ ചെയ്യുക. ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് എന്തിനാണ്? ഒരു സംസ്കാരം പഴകുകയാണ് കേട്ടോ യഥാർത്ഥത്തിൽ. ഈ സംസ്കാരം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ മുൻപഴകിയ വാസന അനുസരിച്ചുള്ള സംസ്കാരത്തെ മാറ്റുകയാണ്. ഇപ്പോൾ ഒരു സംസ്കാരം കൊണ്ട് വേറൊരു സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യുക. വാസ്തവത്തിൽ സനാതന സംസ്കാരമായിട്ടുള്ള ഒരു സംസ്കാരമാണ് നമ്മളിവിടെ ആശ്രമം വഴി പഴകുന്നത്. ഇതിനെയാണ് സനാതന സംസ്കാരം. പണ്ട് ഈ മഹർഷിമാരെല്ലാം നദീതടങ്ങളിലാണ്, ഈ സിന്ധു നദീതടങ്ങളിൽ ധ്യാനനിഷ്ഠ ചെയ്ത് കഴിഞ്ഞവരാണ് പിന്നീട് ഹിന്ദുക്കളെന്ന് അറിയപ്പെട്ടത്. ആര്യന്മാരെ ദ്രാവിഡന്മാരുടെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് പറഞ്ഞില്ലേ? ഓരോരുത്തരും ആ ഒരു നദീതടങ്ങളിലാണ് അവർ. കാരണം കുടിവെള്ളം അതിൽ നിന്നെടുക്കാം, അതുപോലെ സ്നാനാദികൾ അതിൽ ചെയ്യാം. ചെയ്ത ഒരു ചെറിയ ഒരു രൂപത്തിൽ അവർ എന്തെങ്കിലും ആഹാരം വെച്ചുണ്ടാക്കി കഴിച്ച് കൂടുതൽ സമയവും ധ്യാന ജപാദികളിൽ ഇങ്ങനെ കഴിഞ്ഞിരുന്ന ഒരു സംസ്കാരം അവരിലുണ്ടായിരുന്നു. അതാണ് യഥാർത്ഥത്തിൽ സനാതന സംസ്കാരം. ഇവിടെ നദീതടങ്ങൾ അല്ലേ എല്ലാം പോയില്ലേ ഉണ്ടാന്ന് ചോദിച്ചാൽ ഇതൊരു സംസ്കാരമാണ്. ഈ സംസ്കാരം നമ്മളിൽ നിന്ന് കൈമോശം വന്നതുകൊണ്ടാണ് നമ്മൾ ഈ രൂപത്തിലായിപ്പോയത്. ഇനിയും ജനിക്കാൻ മരിക്കാൻ തുടങ്ങിയ വലിയ ഒരു കാറ്റത്ത് ഇതൊരു അകപ്പെട്ട കരിയില പോലെ ചുറ്റി എന്നൊക്കെ പറയും കൈവല്യത്തില് മറന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ആയിത്തീരാനുള്ള കാരണം ഇതാണ്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ആരോപണയെ നേരിടുക. നമ്മളെ ഈ കർത്തൃത്വം എന്ന് പറഞ്ഞാൽ ആഗന്തുകമാണ്. നമ്മൾ വരുത്തി തീർത്തതാണ് കർത്തൃത്വം. ഞാൻ എങ്ങനെയാണ്, ഞാൻ അച്ഛനാണ്, ഞാൻ അമ്മയാണ്, അതുകൊണ്ട് എനിക്ക് ഇന്ന കർത്തൃത്വം എനിക്കുണ്ട്, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നമ്മൾ വരുത്തി തീർത്തതാണ്. അങ്ങനെയുള്ള കർത്തൃത്വം, ഈ കർത്തൃത്വം ആഗന്തുകമാണ്. സുഷുപ്തിയിൽ കർത്തൃത്വം കാണാത്തത് കൊണ്ട് മാത്രം ആത്മാവിൽ കർത്തൃത്വം ഇല്ലെന്ന് പറയാൻ പാടില്ല. എങ്ങനെയെന്നാൽ ഉപാധ്യായന അങ്ങനെ പറഞ്ഞതിന് ഖണ്ഡിക്കുകയാണ്. അവർ പറയുന്നു ആത്മാവിൽ കർത്തൃത്വം
ആരോപിതമാണ്. നമ്മൾ അതിൽ ഒരു ആരോപണമായിട്ടാണ് അതിലിരിക്കുന്നത്. കത്തുന്നത് എന്തെങ്കിലും ചെയ്യത്തക്കതായിട്ട് ഒന്നും തന്നെ ഇല്ലെന്നാണ് പറയുന്നത്. ഉള്ളത് എന്താണ്? സദാ ബ്രഹ്മനിഷ്ഠന്മാരായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരുടെയും കർത്തവ്യം. പറഞ്ഞാൽ വില പോവില്ല. എന്തിനു വേണ്ടി? ആ മുക്തിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കർമ്മവും ചെയ്യേണ്ടേ സ്വാമി എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു, കർമ്മങ്ങൾ ചെയ്യുന്നത് ഈ പറയുന്ന കർത്തൃത്വത്തിലാവരുതെന്നേ ഉള്ളൂ. നിഷ്കാമ്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യാമല്ലോ. നിഷ്കാമമായിരിക്കണം കർമ്മം. ഇപ്പൊ മോനെ വളർത്തുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മോളെ വളർത്തുക എന്ന് പറഞ്ഞാൽ അവളെ എന്നെ വയസ്സാവുമ്പോൾ എന്നെ രക്ഷിക്കും, അതുകൊണ്ട് ആ രൂപത്തിലുള്ള ചിന്തയോടുകൂടി വളർത്തണ്ട. സ്വാഭാവികല്ലേ, വളരുന്നത് നമ്മൾ തന്നെ ചെയ്യണം. അതൊക്കെ വളർന്നോളൂ. ഈ രൂപത്തിൽ കർത്തൃത്വമില്ലാതെ കർമ്മങ്ങളെ ചെയ്ത്, അതാണ് നിഷ്കാമ്യമായി കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ വ്യവഹരിക്കുമെങ്കിൽ അവർക്കും മനസ്സ് ക്രമത്തിൽ ശുദ്ധമായി അല്ലെങ്കിൽ ജ്ഞാനത്തെ തരുമോ? പതുക്കെ ഈ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള പ്രക്രിയയാണ് നമ്മൾ പറയുന്നത്. മനസ്സ് അശുദ്ധമായിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ജ്ഞാനം ഉണ്ടാവാത്തത്. ആ അശുദ്ധിക്ക് കാരണമോ ആരോപണയാണ്. ഈ ലോകത്തെ, ഈ വാസ്തവത്തെ മറന്ന് അതിൽ ഒരു വേറൊന്നിനെ ആരോപിച്ച് കാണുന്നത്. മനസ്സിലായില്ലേ? നമ്മളെപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ സ്വഭാവമേ അതാണ്. എത്രയായാലും അവനിൽ ഇപ്പൊ മോനെയല്ല കാണുന്നത്, എന്തോ കുറെ ആരോപണങ്ങളെയാണ് അവനിൽ കാണുന്നത്. മോനെയല്ല കാണുന്നത്, മോളെയല്ല കാണുന്നത്, അതിൽ എന്തോ ആരോപണങ്ങളെയാണ്. അല്ലേ അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്? ആ വാസ്തവത്തിൽ അവരെയാണോ? നമ്മുടെ ഒരു ആരോപണങ്ങളെ നമ്മൾ അതിൽ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടി വെച്ച് അതിൽ കാണുകയാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ലോകത്ത് നമ്മുടെ അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിൻ്റെ റിയലായിട്ട് അതിൻ്റെ ഉള്ളതുപോലെ കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. ഉള്ളതുപോലെ കാണുന്ന ഒരു നിലയാണ് ജ്ഞാനദൃഷ്ടി എന്ന് പറയുന്നത്. അങ്ങനെ കാണുമ്പോൾ ഈ ലോകം വാസ്തവത്തിൽ ബ്രഹ്മം തന്നെ, ഈശ്വരൻ തന്നെ കാണാൻ കഴിയും. അങ്ങനെ ഈശ്വരനായിട്ട് ഇതിനെ കണ്ട് ഞാനും അതിൻ്റെ അംശമാണ്, അല്ലെങ്കിൽ അത് തന്നെയാണെന്ന് അറിഞ്ഞാൽ വ്യവഹാരത്തിന് ഇവിടെ സ്ഥാനമില്ല, മനസ്സിന് ഇവിടെ വ്യവഹാരമില്ല. മനസ്സ് ശുദ്ധിയായിട്ട് ആ ജ്ഞാനത്തെ അതുണ്ടാകും. ആനന്ദ ഇതിലേക്ക് മാറിപ്പോകും. അതായത് പരമാനന്ദമായിട്ട് ഇതിൽ മാറിപ്പോകും. അങ്ങനെ ഇരുന്ന് നമ്മുടെ പ്രാരബ്ധം അനുഭവിച്ച് തീർക്കുമ്പോൾ വിദേഹമുക്തി എന്നുള്ള ആ പദവി കൈവരും. ഇതാണ് മഹത്തുക്കൾ ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി ചെയ്യേണ്ടത് എന്താണ്? എല്ലാം ആ ഈശ്വരനായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യാതെ കാണുക. മോനെന്ന് കണ്ടത് ഒരു സൂപ്പർ ഇമ്പോസിഷനാണ്, ഒരു ആരോപണയാണ്. കാരണം എന്താണ്? അത് ആരാണ് യഥാർത്ഥത്തിൽ? ആത്മസ്വരൂപം. അത് ആത്മസ്വരൂപമാണ്. മോനെന്ന് കണ്ടതും മോളെന്ന് കണ്ടതും ഭർത്താവെന്ന് കാണുന്നതും ഭാര്യ എല്ലാം ഇതിൽ സൂപ്പർ ഇമ്പോസിഷനാണ്. മനസ്സിലായിക്കോണം. യഥാർത്ഥമല്ലത്. യഥാർത്ഥത്തിലെല്ലാം ആത്മസ്വരൂപം. എല്ലാരും ആത്മസഹോദരൻ അല്ലേ പറയേണ്ടതിതോക്കുവിൽ നാം. നമ്മളെല്ലാം ആത്മസ്വരൂപങ്ങളാണെന്ന് കാണണം, അല്ലേ? അങ്ങനെയാണ്. ഇപ്പൊ ചേച്ചിയെന്ന് കണ്ടില്ല, അതൊരു ആരോപണയാണ്. യഥാർത്ഥത്തിൽ ആരാണ്? ആത്മസ്വരൂപം എന്ന് വെച്ചാൽ ഒരു വ്യത്യാസമില്ല. ഞാൻ തന്നെയാണ് എല്ലാമായിരിക്കുന്നതും, ഞാൻ തന്നെയാണെന്ന് കൃഷ്ണനൊക്കെ പറഞ്ഞില്ലേ? ഇതിൻ്റെയൊക്കെ ഒരു സാരമാണ് ഞാൻ പറയുന്നത്. അത് എങ്ങനെ കാണണം? അതിൽ തോന്നിയിരിക്കുന്ന അധ്യാസത്തെ ഒഴിച്ച് കാണണം. കയറിനെ അറിയണമെങ്കിൽ എന്ത് വേണം? അതിൽ തോന്നിയിരിക്കുന്ന പാമ്പെന്നുള്ള അധ്യാസത്തെ ഒഴിക്കണം. ഒഴിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിലുള്ളത് കയറാണ്. പക്ഷെ അതിൽ വെറുതെ ഒരു തോറ്റമായിട്ട്, ഒരു അധ്യാസമായിട്ട് ഈ പാമ്പ് അതിൽ തോന്നും. കൈവല്യം പറഞ്ഞ ഇതാണ്: ആരോപം അധ്യാസം കற்பനയെ ആവതല്ല ഓരോ വസ്തുവിനിൽ വേറെ ഓരോ വസ്തുവിനെ ഓർഗൻ. ഇങ്ങനെ ഒരു അധ്യാസത്തിൽ അകപ്പെട്ട് നമ്മളെല്ലാം എന്തായിട്ടിരിക്കുന്നു? അജ്ഞാനികളായിട്ടിരിക്കും.
ഇതിനെ ഒന്ന് മാറ്റിക്കാണാനും മറ്റുമൊക്കെ ആയിട്ടാണ് ശാസ്ത്രങ്ങളും ഗുരുക്കന്മാരും എല്ലാം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. എത്രയോ കാലങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നല്ലേ പറയണം. വേദം എന്ത് മനുഷ്യരുണ്ടാകുമ്പോൾ വേദങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന്. വേദത്തിനെയൊക്കെ കൂടെ എടുത്തുകൊണ്ട് ഒന്ന് സമുദ്രത്തിനടി വെച്ചെന്നൊക്കെ പറഞ്ഞ് കഥകൾ കേട്ടിട്ടില്ല. അവസാനം ഭഗവാൻ തന്നെ അത് വന്ന് രാമയായിട്ട് വന്ന് അതിനെ മുകളിൽ കൊണ്ടുവന്നു എന്തൊക്കെ കഥകൾ പറഞ്ഞു. ഇതെല്ലാം വാസ്തവത്തിൽ വേദത്തിൻ്റെ പ്രസക്തിയാണ് പറയുന്നത്. വേദം എന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപത്തിൻ്റെ വേറൊരു ഒരു 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 ഇത് തന്നെയാണ്. വ്യത്യാസപ്പെട്ടല്ല ഇത്. നമ്മൾ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ പഠിക്കുകയല്ല ചെയ്യുന്നത്, നമ്മളെ ഉണരുകയാണ് ചെയ്യുന്നത്, ഉണർത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഉറങ്ങിക്കിടക്കുന്ന ഒരാളിനെ നമ്മൾ തട്ടി വിളിക്കുന്ന പോലെയാണ് ഈ വേദം അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാം ദീർഘനിദ്രയിലാണ്. ഇപ്പോൾ ഉഷ പറഞ്ഞ അതല്ല, ഞാൻ ഉറങ്ങിയല്ല, ഞങ്ങൾ ജോലി ചെയ്തിട്ട് ഇപ്പോൾ വന്നതല്ലേ എന്ന് പറയും. നിദ്രയിലെന്നാണ് അവർ പറയുന്നത്. നിദ്ര തെളിയുന്നത് എപ്പോഴാണ്? ജ്ഞാനം ഉണ്ടാകുന്നതിനെയാണ് നിദ്ര തെളിയുക എന്ന് പറയുന്നത്. എപ്പോഴും ജ്ഞാനം ഉണ്ടാവും. ഈ അധ്യാസം നീങ്ങാതെ ജ്ഞാനം ഉണ്ടാവില്ല. അധ്യാസം എന്ന് പറയുന്നത് എന്താണ്? ഒരു വസ്തുവിൽ വേറൊരു വസ്തുവിനെ കൽപ്പിച്ച് കാണുന്നത്. ഈ കൽപ്പനയെ മാറ്റണമെങ്കിൽ എന്താണ്? മനസ്സിന് ഈ സംസ്കാരം ഉണ്ടാവണം. മനസ്സിന് ഒരു സംസ്കാരം, ആ സംസ്കാരത്തെയാണ് വാസ്തവത്തിൽ നമ്മുടെ ഗുരു വേദാന്ത ശാസ്ത്രങ്ങൾ പറഞ്ഞുകൊണ്ടേ പോകുന്നത്. ഈ സംസ്കാരത്തെ ഇങ്ങനെ പഴകി ഒരാൾ ഇതിലേക്ക് ഈ പറഞ്ഞാണെങ്കിൽ അതിൽ ഇതൊക്കെ വേണം. അവർക്ക് ആഗ്രഹം വേണം, ഇങ്ങനെ ഒരു കാര്യം അതിലൊരു താല്പര്യം വേണം. ഇങ്ങനെ പോകുന്നവരെ സംബന്ധിച്ച് ഗുരുക്കന്മാർ അനുഗ്രഹിച്ച് ആ ജ്ഞാനത്തെ പ്രദാനം ചെയ്യും. ഏകാധിദേവ സർവജ്ഞ സച്ചിദാനന്ദ വിഗ്രഹമാരമണ ഭൂതി സാക്ഷി കരുണാതിദേവ്. നമസ്കാരം എന്നുള്ള ജോഗുരു സന്നിധോ ശരീരമർ